പാലക്കാട് ഒറ്റപ്പാലം മണ്ണൂരിൽ CPI ബന്ധം ഉപേക്ഷിച്ച് 200-ലേറെ ബ്രാഞ്ച് അംഗങ്ങൾ CPM-ലേക്ക്. CPI മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ 3 പേർ ഉൾപ്പെടെ 15ഓളം ലോക്കൽ കമ്മിറ്റി അംഗങ്ങളും CPI ബന്ധം ഉപേക്ഷിച്ചു. അഭിപ്രായ ഭിന്നതയെ തുടർന്ന് 2017-ൽ CPM വിട്ട് CPI-ലേക്ക് ചേക്കേറിയവരാണ് 9 വർഷങ്ങൾക്കിപ്പുറം CPM-ലേക്ക് തന്നെ തിരികെ വന്നത്. ഇക്ബാൽ അറക്കൽ വിവരങ്ങളുമായി ചേരുകയാണ്. ഇക്ബാൽ, മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ 3 പേരടക്കമാണ് ഇത്രയും അധികം ആളുകൾ, 200-ലധികം ആളുകൾ ഇപ്പോൾ CPM-ലേക്ക് തിരികെ വന്നിരിക്കുന്നത്. എന്താണ് ഇവിടെ ഉണ്ടായിരുന്ന ആഭ്യന്തര പ്രശ്നങ്ങൾ? CPI-ലേക്ക് പോകാനും പിന്നീട് തിരികെ വരാനും ഇടയായ സാഹചര്യം എന്താണ്? മാധു, 2017-ൽ CPIM ബന്ധം ഉപേക്ഷിച്ച് CPI-ലേക്ക് ചേക്കേറിയ ആളുകളാണ് ഇപ്പോൾ 9 വർഷങ്ങൾക്ക് ശേഷം തിരികെ CPIM-ലേക്ക് വരുന്നത്. ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പാലക്കാട് മണ്ണൂരിൽ CPI-ക്കകത്ത് വലിയ രീതിയിലുള്ള തർക്കങ്ങൾ ഉണ്ടായിരുന്നു. അതിനെ ചൊല്ലിയാണ് സംഘടനയ്ക്കകത്ത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളും ആരംഭിച്ചത്. ഏതായാലും ഈ പ്രശ്നങ്ങളെ തുടർന്നാണ് ഇപ്പോൾ മണ്ണൂരിൽ 200ഓളം CPI പ്രവർത്തകർ പാർട്ടി ബന്ധം ഉപേക്ഷിച്ച് CPM-ലേക്ക് തന്നെ തിരിച്ചു വരികയും ചെയ്തിട്ടുള്ളത്. ഇവരിൽ 3 പേർ മണ്ഡലം കമ്മിറ്റി നേതാക്കളാണ്. അതുപോലെ തന്നെ ലോക്കൽ കമ്മിറ്റി നേതാക്കളുണ്ട്, ബ്രാഞ്ച് കമ്മിറ്റി നേതാക്കളുണ്ട്. ഇവരെല്ലാം ഇപ്പോൾ കൂട്ടത്തോടെ CPIM-ലേക്ക് വന്നിരിക്കുകയാണ്. 200ഓളം CPI പ്രവർത്തകരാണ് ഇപ്പോൾ പാർട്ടി ബന്ധം ഉപേക്ഷിച്ച് CPM-ലേക്ക് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇവരെ CPM-ന്റെ പാലക്കാട് ജില്ലാ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ പാർട്ടിയിലേക്ക് സ്വീകരിക്കുകയും ചെയ്തിരിക്കുകയാണ്. CPI ബന്ധം ഉപേക്ഷിച്ച് CPM-ലേക്ക് തിരികെ വന്നത് 200-ലേറെ ആളുകളാണ്. 2017-ൽ CPM വിട്ട് CPI-ലേക്ക് ചേക്കേറിയവരാണ് 9 വർഷങ്ങൾക്കിപ്പുറം CPM-ലേക്ക് തിരികെ വന്നത്. ഇക്ബാൽ അറക്കൽ വിവരങ്ങളുമായി ചേരുകയാണ്. ഇക്ബാൽ, ഇത്തരം ചർച്ചകളും തിരികെ വരാനുള്ള സാധ്യതകളും ഒക്കെ നേരത്തെ തന്നെ പരിഗണിച്ചിരുന്നോ? ആരൊക്കെയാണ് ഈ തിരികെ സ്വീകരിക്കുന്ന ചടങ്ങിലുണ്ടായിരുന്നത്? CPM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഉണ്ടായിരുന്നോ? ഇക്ബാൽ, കേൾക്കാമോ? മധു, യെസ്, CPI വിട്ട് CPM-ലേക്ക് 200-ലധികം ആളുകളാണ് തിരികെ വന്നിരിക്കുന്നത് മണ്ണൂരിൽ. ഇപ്പോൾ